എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രുചി തേടി ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവല്ല ചങ്ങനാശ്ശേരി റോഡിൽ ബൈപ്പാസ് തീരുന്ന ആ ഭാഗത്ത് രാമഞ്ചിറയിലുള്ള ഇഡലിക്കടയിലാണ്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം. ഞാനിവിടുന്ന് മിക്കവാറും ഭക്ഷണം കഴിക്കാറുള്ളതാണ്. നല്ല ഇഡലിയാണ് അവിടുത്തെ സാമിയണ്ണനാണ് ഇഡലിയൊക്കെ ഒഴിക്കുന്നത്. വലിയൊരു ചെമ്പില് ഇഡലിയൊക്കെ ഒഴിക്കുന്ന മാവൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നത് തന്നെ ഇത്രയും സ്പീഡിൽ മാവൊക്കെ ഒഴിക്കുക, അതൊരു വലിയ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇവിടെയൊക്കെ ഒരുപാട് പേര് വന്ന് രാവിലത്തെ ഫുഡ് മേടിക്കാൻ പാഴ്സലിന് തിരക്ക് തന്നെയാണ്. ഭയങ്കര തിരക്കാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമിയണ്ണൻ എൻ്റെ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാൻ തന്നെ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൂട്ട് തിരക്കാണ്. അവിടെ കുറേ ജോലിക്കാരുണ്ട്. അവരെല്ലാവരും അവരുടേതായ തിരക്കുകളിലാണ്. ഇവിടെ വടയൊക്കെ ആണെങ്കിലും ഓംലേറ്റ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇഡലിയൊക്കെ എടുത്തിടുമ്പോഴത്തേന് ഒരു ശകലം പോലും പറ്റാതെ എല്ലാം നല്ല രീതിയിൽ ഇഡലിയൊക്കെ വരുന്നത്. ശരിക്കും നല്ല സോഫ്റ്റ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഇഡലിയൊക്കെ പാത്രത്തിലേക്കൊക്കെ മാറ്റി അവരവർക്ക് വേണ്ട രീതിയിൽ തന്നെ ചായയൊക്കെ ആണെങ്കിലും ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടപ്പെടാം. ഇപ്പം കടുപ്പം കൂടുതൽ വേണ്ട ആൾക്കാരുണ്ട്, കടുപ്പം കുറവുള്ള ആൾക്കാർ ഉണ്ട്, മധുരം കൂടുതൽ വേണ്ട ആൾക്കാരുണ്ട്, മധുരം കുറവുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്കെല്ലാം വേണ്ട രീതിയിൽ തന്നെ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ചായ അടിക്കുന്നത് ഇവർക്ക് ഇവിടെ മാത്രമല്ല, നമ്മുടെ തിരുവല്ല കല്യാൺ സിൽക്സിന്റെ താഴെ വൈകിട്ടൊരു തട്ടുകടയോടെ ഉണ്ട്. അതിന്റെ വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. ഒരു നല്ല തിരക്കാണ്, അവിടെയും നല്ല തിരക്കാണ്. വൈകുന്നേരമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കുറഞ്ഞ ചെലവിൽ തന്നെ ഏറ്റവും നല്ലൊരു ഫുഡ് നൽകുന്ന ഒരു കടയാണ് ഇവരുടെ. ഇത് രാവിലെ ഇവിടെയും വൈകിട്ട് അവിടെയുമായിട്ടാണ്. ഇവിടെ വളരെ സ്പീഡിൽ തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാമ്പാറിന് സംബന്ധിയൊക്കെ ഒഴിച്ച് വളരെ സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല ഇഡലി, നല്ല സ്പോഞ്ച് പോലെയുള്ള ഇഡലിയാണ് ഇവിടുത്തെ ഇഡലി. അതിൻ്റെ കൂടെ സാമ്പാർ, തേങ്ങാ സമ്മന്തി, ടൊമാറ്റോ സമ്മന്തി, ഇത്രയും വിഭവങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വടയും മേടിച്ചിട്ടുണ്ട്. നല്ല വടയാണ്. ഉഴുന്നുവടയും പരിപ്പുവടയാണ് ഞാൻ മേടിച്ചത്. ഉഴുന്നുവടയാണ് മേടിച്ചത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ലൊരു ഇഡലിയാണ്. നല്ല പൂ പോലെ ഇഡലി എന്ന് പറയാം. ശരിക്കും നമ്മൾ മലയാളികൾ എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്നതിന് തെളിവാണ് ഇവിടുത്തെ ഈ കട. ഇവിടെ ഒത്തിരി പേര്, ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് തിരക്കുറവ് കാണുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരും ഇവിടുത്തെ ആൾക്കാരൊക്കെ മിക്കവാറും എല്ലാം ഇവിടെ വന്ന് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ഇഡലി, ദോശ, വട, അങ്ങനെയുള്ള ചായ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. രാവിലെ ഒരു 11 മണി വരെ 12 മണി വരെയൊക്കെ കാണും. തീരുന്ന അനുസരിച്ചാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ് ഇവർ ഇത് നൽകുന്നത്. വടയാണെങ്കിലും ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു കല്ലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ദോശമാവൊക്കെ അതിൻ്റെ അകത്ത് ഇത്രയും ദോശയൊക്കെ ഒരുമിച്ച് ഇത്രയും സ്പീഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതും നല്ലതായിട്ട് വെന്തിട്ടാണ് അവർ ദോശയൊക്കെ മറിച്ചിടുമ്പോൾ നമുക്കറിയാം നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ വന്ന് ദോശയൊക്കെ മറിച്ചിട്ട് അതാണ് അവർ സെർവ് ചെയ്യുന്നത്. പെട്ടെന്ന് തീരുകയാണ് ഇവിടുത്തെ ഫുഡ്. പ്രത്യേക സ്റ്റാഫൊക്കെ ആണെങ്കിലും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണ്. ഓംലെറ്റ് ഒക്കെ അടിക്കുന്നതൊക്കെ നല്ല സ്പീഡിൽ, അതിൻ്റെ കൂടെ തന്നെ ദോശയൊക്കെ ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ സിംഗിൾ ഓംലെറ്റ് ഒക്കെ സൈഡിലൊഴിച്ച് പെട്ടെന്ന് കുരുമുളകൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം എടുക്കുന്ന ദോശ നമ്മുടെ ക്യാമറാമാന് വേണ്ടിയുള്ളതാണ്. ക്യാമറാമാൻ ഞാൻ ഇഡലി കഴിച്ചപ്പോൾ പുള്ളി ദോശ കഴിച്ചു. അപ്പം രണ്ടിൻ്റെയും ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാനും ഇടയ്ക്ക് ശകലമൊക്കെ കഴിച്ചു. എനിക്ക് ഈ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മാഡം ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാറുണ്ടോ? സെക്കൻഡ് ടൈമാ വന്നിട്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. നല്ല ഫുഡല്ലേ? നല്ല ഫുഡാ എല്ലാം. ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ, ട്രൈ ചെയ്ത് നോക്കണം? ഉറപ്പായിട്ടും ഇവിടെ തിരുവല്ല നമ്മള് ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് രാമഞ്ചിറ ജംഗ്ഷനിലായിട്ടാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. ആക്ച്വലി ഇത് ഒരു തട്ടുകട സെറ്റപ്പിലുള്ള മോർണിംഗ് ഒരു ഇതാണല്ലോ. അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നമുക്ക് നല്ലൊരു സ്ഥലമാണ്. ആൻഡ് ഓൾസോ ഇതിയുടെ ഫ്രഷ്നെസ് ഉണ്ട്. ഇഡ്ലി, ദോശ, ഓംലെറ്റ് എല്ലാം നല്ല നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്.
വളരെ നന്ദി മാഡം, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ സന്തോഷം. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല തൃപ്തിയോടെ അവിടുന്ന് മടങ്ങുന്ന ഒരു കാഴ്ച എനിക്ക് അവിടെ കാണാൻ പറ്റി. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഒരു ബുൾസയോടെ കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ബുൾസൈ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഏതായാലും ബുൾസയോടെ കഴിച്ച് നോക്കാം എന്ന് കരുതി അവിടെ ബുൾസൈ ഓർഡർ ചെയ്തപ്പോൾ ഞാനും പറഞ്ഞു ഒരു ഓംപ്ലേറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബുൾസയും ഓംപ്ലേറ്റും ഒക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പൈസയൊക്കെ കൊടുത്ത് അവിടുന്ന് ഇറങ്ങി. കട നടത്തുന്നവരുടെ വോയിസോടെ നൽകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, തിരക്കായതിനാൽ അതിന് സാധിച്ചില്ല. ഇനിയും ഒരിക്കലൊരു വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ സംസാരം കൂടെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നല്ലൊരു ഫുഡ് കഴിച്ചു, വയറ് നിറഞ്ഞു. നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഫുഡാണ്. ഞാൻ കഴിച്ചതിന് ശേഷമേ പറയുന്നത്, നല്ല ഫുഡാണ്. നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചു നോക്കണം. അതുവരേക്കും സൈനിങ് ഓഫ് ബൈ ഡെന്നിസ്.